എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 61-ാമത്തെ സർഗത്തിൽ 8 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അംബരീഷൻ യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അംബരീഷൻ്റെ യജ്ഞപശുവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇന്ദ്രനാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. പക്ഷേ ആരാണ് മോഷ്ടിച്ചതെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് പുരോഹിതൻ പറഞ്ഞത്. മാത്രമല്ല, ഇങ്ങനെയുള്ള കള്ളന്മാർ വരുന്നത് രാജാവിൻ്റെ ദുർഭരണം കൊണ്ടാണ് എന്നും അതിൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന അധർമ്മം കൊണ്ട്, ദോഷങ്ങൾ കൊണ്ട് രാജ്യം നശിക്കും, രാജാവും നശിക്കുമെന്നൊക്കെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് നോക്കാം. 8-ാമത്തെ ശ്ലോകം നോക്കൂ. പ്രായശ്ചിത്തം മഹദ്ധ്യേതന്നരം വാ പുരുഷർഷഭ ആനയസ്വ പശും ശീഘ്രം യാവത് കർമ്മ പ്രവർത്തതേ. ഈ ദോഷങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എന്ത് ചെയ്യണം? പ്രായശ്ചിത്തമായിട്ട് യജ്ഞാശ്വത്തിനെ, മറ്റൊരെണ്ണത്തിനെ വേഗം കൊണ്ടുവരണം. ഈ യജ്ഞപശുവിനെ, അത് കുതിരയാവാം, അതല്ലെങ്കിൽ പശുവാവാം, ഏതായാലും വേണ്ടില്ല, അതിനെ വേഗം തന്നെ കൊണ്ടുവന്നാൽ ഈ ദോഷമൊക്കെ അകലും. ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലോ ആനയസ്വ പശും ശീഘ്രം യാവത് കർമ്മ പ്രവർത്തത. അതായത് ഒട്ടും താമസമില്ലാതെ വേഗം തന്നെ ഈ കർമ്മങ്ങൾ മുട്ടുകൂടാതെ പെട്ടെന്ന് നിന്നു പോവാതെ മുമ്പാക്കം കൊണ്ടുപോകണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ യാഗാശ്വത്തെ അല്ലെങ്കിൽ യജ്ഞപശുവിനെ കൊണ്ടുവരേണ്ടതാണ്. അതാണ് പശും ശീഘ്രം ആനയസ്വ യാവത് കർമ്മ പ്രവർത്തത. ഇനി അഥവാ ആ ഒരു പശുവിനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലോ മഹത് പ്രായശ്ചിത്തം മഹത്, വളരെ ശക്തമായിട്ടുള്ളൊരു പ്രായശ്ചിത്തം നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. പകരം നരം വാ, ഒരു പുരുഷനെ, അതായത് യജ്ഞപശുവിനെ, നഷ്ടപ്പെട്ടു പോയ യജ്ഞപശുവിനെ ഒന്നുക കൊണ്ടുവരേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് യജ്ഞപശു ആക്കേണ്ടി വരും. അതാണ് ആ ഉപാധ്യായൻ അല്ലെങ്കിൽ ഗുരു പുരോഹിതൻ അംബരീഷനോട് പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒന്നുകിൽ നരനെ അല്ലെങ്കിൽ ഒരു യജ്ഞപശുവിനെ, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട യജ്ഞപശുവിനെ കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രാജാവിനെ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് ഉപാധ്യായ വചശ്രുത്വാ സ രാജാ പുരുഷർഷഭ അന്വിയേഷ മഹാബുദ്ധി പശും ഗോഭിഃ സഹസ്രശ ദേശാൻ ജനപദാം സ്ഥാൻ നഗരാണി വനാനി ച ആശ്രമാണി ച പുണ്യാനി മാർഗമാണോ മഹീപതി. അങ്ങനെ ഉപാധ്യായന്റെ വാക്കുകൾ കേട്ടിട്ട്, അല്ലയോ പുരുഷർഷഭ, അല്ലയോ ശ്രീരാമ, ശതാനന്ദൻ പറയുകയാണല്ലോ, വിശ്വാമിത്രനെ പറ്റിയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അല്ലയോ പുരുഷർഷഭ ശ്രീരാമചന്ദ്ര, ആ രാജാവ്, മഹാബുദ്ധിയായിട്ടുള്ള രാജാവ് ഈ പശുവിനെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഒന്നുകിൽ നഷ്ടപ്പെട്ട യജ്ഞപശുവിനെ കിട്ടണം, അല്ലെങ്കിൽ യജ്ഞപശു എന്നുള്ള പേരിൽ ഒരു മനുഷ്യനെ കിട്ടണം. അതാണ് സഹസ്രശഃ ഗോഭിഹി പശു. ഒന്നുകിൽ യജ്ഞപശു, അല്ലെങ്കിൽ ആ മനുഷ്യനെ യജ്ഞപശു ആയിട്ട് പറയാണ്. അവിടെ നരനെയും പശു എന്ന് തന്നെയാണ് പറയണത്. ആയിരക്കണക്കിന് പശുക്കളെ നൽകിയിട്ട്, പശുക്കളെ ദാനം ചെയ്തിട്ട് ഒരു മനുഷ്യനെ കിട്ടിയാലും മതി എന്ന് വിചാരിച്ച് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ പല പല ദേശങ്ങള്, ജനപദങ്ങള് ഒക്കെ കടന്ന് നഗരങ്ങള്, വനങ്ങള്, ഇതൊക്കെ താണ്ടിപ്പോയി. അതാണ് ദേശാൻ ജനപദാം സ്ഥാൻ. പല പല പ്രദേശങ്ങളിലും സഞ്ചരിച്ചു. ആശ്രമങ്ങള്, പുണ്യങ്ങളായിട്ടുള്ള ആശ്രമങ്ങളിലൊക്കെ അന്വേഷിച്ചുകൊണ്ട് മഹീപതി മാർഗമാണഃ അവർത്തത. മഹീപതി, ആ രാജാവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾക്ക്, അതായത് ഒരാളെ അന്വേഷിച്ചുകൊണ്ടാണ്. യജ്ഞപശുവിനെ ഇനി കിട്ടില്ല, ഇന്ദ്രനാണല്ലോ അപഹരിച്ചു കൊണ്ടുപോയത്, അതിനെ കിട്ടാനില്ല എന്ന് വന്നപ്പോൾ പകരം 1000 പശുക്കൾ കൊടുത്തിട്ട് ഒരു പുരുഷനെ, ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് രാജാവ് അന്വേഷിച്ചു നടന്നു എന്നർത്ഥം. അങ്ങനെ അവസാനം എന്താണ്ടായത്? സപുത്രസഹിതം താത സഭാര്യം രഘുനന്ദന ഭൃഗുതുംഗേ സമാസീന വൃചീകം സന്തദർശഃ. അങ്ങനെ ആ രാജാവ് ഒരു യജ്ഞപശുവായിട്ടുള്ളൊരു നരനെ അന്വേഷിച്ചുകൊണ്ട് നടന്ന് എവിടെ എത്തി? ഭൃഗുതുംഗം എന്ന് പറഞ്ഞ ഒരു ആശ്രമത്തിൽ, അല്ലെങ്കിൽ ഒരു പർവ്വതത്തിലുള്ള ഒരു ആശ്രമത്തിൽ ഇരിക്കുന്നവനായ, പുത്രന്മാരോടും ഭാര്യയോടും കൂടി വസിക്കുന്നവനായിട്ടുള്ള ഋചീകൻ എന്ന പേരുള്ള ഒരു മുനിയെ സന്ദർശിച്ചു. അതാണ് പുത്രസഹിതം സഭാര്യം സമാസീനം ഋചീകം
സന്തദർശ. അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, ഈ അംബരീഷൻ അന്വേഷിച്ച് ചെന്നെത്തിയത് ഭൃഗുതുംഗത്തിൽ വസിക്കുന്നവനായിട്ടുള്ള ഋചീകൻ എന്നു പേരുള്ള ഒരു മഹർഷിയുടെ അടുത്താണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് പത്നിയുണ്ട്, മക്കളുമുണ്ട്. അവിടെ എത്തിയിട്ട് എന്താണ് ഉണ്ടായത്? തമുവാച മഹാതേജാഃ പ്രണമ്യാഭിപ്രസാദ്യ ച മഹർഷിം തപസാദീപ്തം രാജർഷിരമിതപ്രഭ പൃഷ്ട്വാ സർവത്ര കുശലം ഋചീകം തമിദം വച. അതാണ് ഈ 13ാമത്തെ ശ്ലോകത്തിന്റെ ഒരു വരി കൂടി ചേർത്തിട്ട് വേണം പറയാൻ. മഹാതേജാഹ തം ഉവാച, മഹാതേജസ്വിയായിട്ടുള്ള ആ അംബരീഷൻ തം ഋചീകം, ആ ഋചീക മുനിയോട് പ്രണമ്യ അഭിപ്രസാദ്യ ഉവാച, പ്രണമിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ മഹർഷി എങ്ങനെയായിരുന്നു? തപസാദീപ്തം രാജർഷി അമിതപ്രഭ, രാജർഷിയായിരുന്നു അംബരീഷൻ, പ്രഭയുള്ളവനായിരുന്നു, പ്രഭാവവാനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ രാജർഷിയായിട്ടുള്ള അംബരീഷൻ തപസ്സുകൊണ്ട് ഉജ്ജ്വലനായിരിക്കുന്ന ഋചീകൻ എന്നു പേരുള്ള മുനിയോട് ഇപ്രകാരം പറഞ്ഞു. അതാണ് ആദ്യം കുശലം ചോദിക്കുകയാണല്ലോ. അതാണ് പൃഷ്ട്വാ സർവത്ര കുശലം ഋചീകം തം ഇദം വച. പൃഷ്ട്വ എല്ലാ തരത്തിലുമുള്ളതായ കുശലം ചോദിച്ചതിന് ശേഷം, സർവത്ര കുശലം, എല്ലാവർക്കും സുഖമല്ലേ, അങ്ങയ്ക്ക് സുഖമല്ലേ, ജീവിതം സുഖമായിട്ട് പോകുന്നില്ലേ, തപസ് നന്നായി നടക്കുന്നില്ലേ, ഭക്ഷണം സ്നാനം തുടങ്ങിയിട്ടുള്ളതൊക്കെ നന്നായി നടക്കുന്നില്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുശലം ചോദിച്ചതിന് ശേഷം പൃഷ്ട്വാ സർവത്ര കുശലം ഋചീകം, ഋചീകനോട് സർവത്ര കുശലം ചോദിച്ചതിന് ശേഷം ഇദം വചഃ അബ്രവീത്, ഈ ഒരു വാക്കുകൂടി പറയണ്ടായി. എന്താണ്? അതാണ് 13ാമത്തെ ശ്ലോകത്തിന്റെ ബാക്കി ഭാഗം. ഗവാം ശതസഹസ്രേണ വിക്രിണീഷേ സുതം യദി പശോരർത്ഥേ മഹാഭാഗ കൃതകൃത്യോസ്മി ഭാർഗവ സർവേ പരിഗതാദേശ യജ്ഞിയം നലഭേ പശും. അല്ലയോ മഹാമുനെ, മഹാഭാഗ, ഗവാം ശതസഹസ്രേണ, പശുക്കളുടെ ഒരു 10,000, അതാണ് ശതസഹസ്രം. ശതസഹസ്രം എന്ന് പറഞ്ഞാൽ 10,000 പോരാ, 1,00,000 1,00,000 പശുക്കളെ ഞാൻ അങ്ങയ്ക്ക് നൽകാം. വിക്രിണീഷേ, ആദ്യം 1000 എന്നൊക്കെയാ പറഞ്ഞത് പുരോഹിതൻ, പക്ഷെ ഇവിടെ അംബരീഷൻ മാറ്റി പറയാണ്, ഞാൻ അങ്ങയ്ക്ക് 1,00,000 പശുക്കളെ തരാം. അതിന് പകരം യതി സുതം വിക്രിണീഷേ, അങ്ങയുടെ പുത്രനെ എനിക്ക് മറിച്ച് നൽകണം. ഇതിന് പകരമായിട്ട് 1,00,000 പശുക്കൾക്ക് പകരമായിട്ട് അങ്ങയുടെ പുത്രനെ എനിക്ക് നൽകുമോ എന്ന് ചോദിക്കുകയാണ്. അത് കാരണം പറയാണ്, പശോരർത്ഥേ മഹാഭാഗ കൃതകൃത്യോസ്മി ഭാർഗവ. അദ്ദേഹവും ഭാർഗവ കുലത്തിൽ പിറന്ന ആളാണ്. ഈ ഋചീക മുനിയും അദ്ദേഹത്തിനോട് പറയാണ്, അല്ലയോ ഭാർഗവ, പശോഹോ അർത്ഥേ കൃതകൃത്യ അസ്മി, പശുവിന് വേണ്ടിയിട്ടാണ്, എൻ്റെ യജ്ഞപശു നഷ്ടപ്പെട്ടു പോയി, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പുത്രനെ ചോദിക്കുന്നത്. 1,00,000 പശുക്കളെ ഞാൻ അങ്ങേക്ക് തരാം, അങ്ങയുടെ പുത്രന്മാരിൽ ഒരുവനെ എനിക്ക് നൽകുക. അങ്ങനെയാണെങ്കിൽ അഹം കൃതകൃത്യ അസ്മി, എൻ്റെ യജ്ഞം നന്നായി നടക്കും, ഞാൻ അങ്ങയോടെന്നും കടപ്പെട്ടവനുമാകും എന്ന് രാജാവ് അംബരീഷൻ ഈ ഋചീകനോട് പറഞ്ഞു. അതിന് കാരണം, എവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ടും എനിക്ക് ഒരു യജ്ഞപശുവിനെ കിട്ടിയില്ല, പശുവിനെ മാത്രമല്ല ഒരു നരനെയും കിട്ടിയില്ല. അതാണ് സർവേ പരിഗതാദേശ യജ്ഞിയം നലഭേ പശും. പല പല ദേശങ്ങളിലും ഞാൻ അന്വേഷിച്ച് നടക്കുകയൊക്കെ ഉണ്ടായി, പക്ഷേ ഇങ്ങനെ ഒരു യജ്ഞിയം പശും നലേഭേ, ഒരു യജ്ഞപശുവിനെ എനിക്ക് കിട്ടിയില്ല, എനിക്കുണ്ടായിരുന്ന യജ്ഞപശു നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് അവിടെ ഋചീകനോട് അംബരീഷൻ അറിയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദാതുമർഹസി മൂല്യേന സുതമേകമിതോ മമ ഏവമുക്തോ മഹാതേജ ഋചീകസ്ത്വബ്രവീദ്വച. അതുകൊണ്ട് ഏകം സുതം ഇതഹ മൂല്യേന മമ ദാതും അർഹസി, അതുകൊണ്ട് അങ്ങയ്ക്ക് 3 പുത്രന്മാരുണ്ട്, അതിലൊരാളെ മൂല്യേന, ഈ ഇതിന് പകരമായിട്ട്, ഞാൻ നൽകുന്ന പശുക്കൾക്ക് പകരമായിട്ട് അതിനൊരു മൂല്യമുണ്ട്, ആ മൂല്യത്തിന് പകരമായിട്ട് ദാതും അർഹസി, തിരിച്ച് അങ്ങ് തരാൻ
ശ്രമിക്കണം. അതിനങ്ങ് അർഹനാണ്. ഞാൻ ഇത്രയും പശുക്കളെ അങ്ങേക്ക് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങയുടെ ഒരു പുത്രനെ യജ്ഞപശുവായിട്ട് എനിക്ക് നൽകുക തന്നെ വേണം എന്ന് ആവശ്യപ്പെടുകയാണ് അംബരീഷൻ. ഇപ്രകാരം പറയപ്പെട്ടവനായിട്ടുള്ള മഹാതേജസ്വിയായിട്ടുള്ള ഋചീകൻ ഇപ്രകാരം അംബരീഷനോട് പറഞ്ഞു. അതാണ് ഏവമുക്തോ മഹാതേജാഹ ഋചീകഃ അബ്രവീത് വചഃ. ഇപ്രകാരം വചഃ അബ്രവീത്, വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. അംബരീഷനോട് എന്താണ് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. പ്രായശ്ചിത്തം മഹദ്ധ്യേതന്നരം വാ പുരുഷർഷഭ ആനയസ്വ പശും ശീഘ്രം യാവത് കർമ്മ പ്രവർത്തതേ. ഉപാധ്യായ വച ശ്രുത്വാ സ രാജാ പുരുഷർഷഭ അന്വിയേഷ മഹാബുദ്ധിഃ പശും ഗോഭിഃ സഹസ്രശ. ദേശാൻ ജനപദാംസ്താംസ്താൻ നഗരാണി വനാനി ച ആശ്രമാണി ച പുണ്യാനി മാർഗമാണോ മഹീപതി. സപുത്രസഹിതം താത സഭാര്യം രഘുനന്ദന ഭൃഗുതുംഗേ സമാസീനമൃചീകം സന്ദദർശഃ. തമുവാച മഹാതേജാഃ പ്രണമ്യാഭിപ്രസാദ്യ ച മഹർഷിം തപസാ ദീപ്തം രാജർഷിരമിതപ്രഭ. പൃഷ്ട്വാ സർവത്ര കുശലമൃചീകം തമിദം വച ഗവാം ശതസഹസ്രേണ വിക്രീണീഷേ സുതം യദി പശോരർത്ഥേ മഹാഭാഗ കൃതകൃത്യോസ്മി ഭാർഗവ. സർവേ പരിഗതാ ദേശാ യജ്ഞിയം ന ലഭേ പശും ദാതുമർഹസി മൂല്യേന സുതമേകമിതോ മമ. ഏവമുക്തോ മഹാതേജ ഋചീകസ്ത്വബ്രവീദ് വച. ഋചീകന്റെ വാക്കുകളൊക്കെ നാളെ നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.